പൊതുവെ സിംഗേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ത്രോട്ട് തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വന്നവർക്ക് പിന്നെ അത് ശ്രദ്ധിക്കാതെ പറ്റില്ല എന്നായപ്പോ നമ്മുടെ ഫ്ലോറിൽ തന്നെ അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു, മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അല്ലാതെ ഒരുപാട് കെയർ ചെയ്തിട്ട് പിന്നെ ഫ്ലോറിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് ആളുകളെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടത്തെ ഒരുപാട് ഒരു 24 അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 24 hour ഷൂട്ടിംഗ് ആണെങ്കിൽ 48 hour അവിടുത്തെ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. തലേന്ന് തന്നെ എന്റെ ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. LED വാള്, ക്യാമറ, ഷാർപ്പി, ലൈറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ തണുപ്പിക്കാനാണ് അവിടെ AC മെയിൻ ആയിട്ട് ഇടുന്നത്. അത് എല്ലാ ഫ്ലോറിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് സഹിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത് ആ ഒരു തണുപ്പിൽ ഇരുന്നിട്ട് ഒരു ഉച്ച വരെ ഇരുന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പാട്ട് പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ ദിശയ്ക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ദിശ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ത്രോട്ടാണ്. അപ്പൊ ഒരു കുറ്റമല്ല. അപ്പൊ ആള് ശീലിച്ച് വന്നത് അങ്ങനെയാണ്, ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതെ, ഒരുപാട് തണുപ്പിൽ ഇരുന്നിട്ട് പിന്നെ നമുക്ക് ചൂടുവെള്ളം കിട്ടാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തണുത്തുള്ള എങ്ങനെയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്രോട്ട് നമ്മുടെ കൺട്രോൾ അല്ലാത്ത രീതിക്ക് വരിക. പലർക്കും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്ക് ഒരുപാട് തണുപ്പ് ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ തണുപ്പ് കഴിഞ്ഞാൽ ആരുടെയും ത്രോട്ട് കയ്യിൽ നിൽക്കില്ല. പിന്നെ പാടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും.